വിശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നീ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ ദൈവവിശ്വാസത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് യേശു അവിടുത്തെ വചനത്താൽ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിശ്വാസം മൂലം ഉണ്ടാകുന്ന അഥവാ ലഭിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അത് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. നമുക്ക് ലൂക്കാസ് വിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാർ യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ആട്ടിടയരുടെ മുൻപിൽ ദൈവത്തെ പാടി സ്തുതിച്ച ഗാനമാണ് നമ്മളീ കേട്ടത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാർ പാടി സ്തുതിച്ച ഈ വചനത്തെ ചിലർ തെറ്റായ രീതിയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവകൃപ എന്ന വചനം മാറ്റിയിട്ട് അത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാക്കുന്നു. ഇത് തെറ്റായൊരു പ്രബോധനമാണത്. കാരണം ദൈവകൃപ ഒട്ടുമില്ലാത്ത വ്യക്തികൾക്കും സന്മനസ്സുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ദൈവകൃപയും സന്മനസ്സും രണ്ടും രണ്ടാണ്. അപ്പോൾ ദൈവകൃപ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. മാനുഷികതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവികതയ്ക്കാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അതായത് മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി മേഖലയ്ക്കാണ് ദൈവകൃപ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമുക്ക് അർഹമല്ലാത്ത പദവിയിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നതിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പരിശുദ്ധ മറിയത്തിലേക്ക് ദൈവകൃപ വന്നു നിറഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ മാതാവായി ഉയർത്തപ്പെട്ടു, പാപരഹിതയായി തീർന്നു. ദൈവകൃപ നിറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് പരിശുദ്ധ മറിയം മാറി. വചനം നോക്കാം. ലൂക്കാ 1:28. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറയുവാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവം അയച്ച ഒരു ദൂതൻ വന്ന് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് സ്തുതി പറയുക എന്നുള്ളത് വളരെ വിരളമായൊരു സംഭവം. ആ ദൂതനെ അയച്ച ദൈവം പറഞ്ഞയച്ചിട്ട് തന്നെയാണ് മറിയത്തെ കണ്ടപ്പോൾ സ്തുതി പറഞ്ഞത്. അത്രയേറെ മഹത് വ്യക്തിയായി മറിയത്തെ സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞത്. പ്രധാനാചാര്യന്മാരുടെ പടയാളിയായിരുന്ന, അത് ക്രിസ്തുവിൻ്റെ വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പ്രധാനാചാര്യന്മാരുടെ പടയാളിയായിരുന്ന സാവൂൾ പൗലോസായിട്ട് മാറി ദൈവകൃപ നിറഞ്ഞപ്പോൾ. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. ആ വ്യക്തി ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ നമ്മളിലേക്ക് ദൈവകൃപ വന്നു കഴിയുമ്പോൾ നമ്മളും മറ്റൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോസ്തലൻ പറയുന്നത് 26:9. നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി
പലതും ചെയ്യേണ്ടതുണ്ട് എന്നൊരിക്കൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. നസ്രായനായ യേശുവിനെ ഏറ്റവും അധികം എതിർത്തിരുന്നൊരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ, സാവൂളായിരുന്ന സമയത്ത്. ആ സാവൂളിനെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് അവിടുത്തെ കൃപയാൽ നിറയ്ക്കുകയും കർത്താവിൻ്റെ പോരാളിയായിട്ട്, കർത്താവിൻ്റെ സഭയുടെ പ്രധാന ആചാര്യന്മാരിൽ ഒരാളായിട്ട് മാറ്റി. അതാണ് കൃപയ്ക്കുള്ള ഏറ്റവും വലിയ ശക്തി. അതാണ് മുൻ പറഞ്ഞ പോലുള്ള പൗലോസ്ലീഹ യേശുനാമത്തിനായി പീഡകൾ സഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും സഹിഷ്ണുത കാണിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും സഹാനുഭൂതി കാണിക്കാനും ശക്തിയുള്ളൊരു വ്യക്തിയായിട്ട് മാറി. ദൈവകൃപ അദ്ദേഹത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആയിത്തീരാൻ ഇടവന്നത്. അതായത് യേശു തന്നെയാണ് കൃപയും സത്യവും എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ യേശുവാണ് കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ വന്ന് നിറയുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. യോഹന്നാൻ 1:17 നമുക്ക് മനസ്സിലാക്കാം. നിയമം മോശ വഴി നൽകപ്പെട്ട് കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ കൃപയാണ് ഒരു സുവിശേഷങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കൃപയാണ് ഒരു സുവിശേഷ പ്രവർത്തകനെ രക്ഷിക്കുന്നത്. കൃപയാണ് ഒരു സുവിശേഷ പ്രഘോഷകനെ ശക്തിപ്പെടുത്തുന്നതും കരുതുന്നതും. കൂടാതെ ദൈവവചന പ്രഘോഷണത്തിനും ദൈവവചനം അനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതും സഹായിക്കുന്നതും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്. 1 കൊരിന്ത്യർ 15:10 ഇങ്ങനെ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് കൃപ ലഭിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. 1 തിമോത്തി 1:14 അത് പറയുന്നുണ്ട്. തിമോത്തിയോട് വിശുദ്ധ പൗലോസ്യ പറഞ്ഞു കൊടുക്കുകയാണ്, കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകിയെന്ന്. അതായത് ദൈവമായ കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം പൗലോസിലേക്ക് കവിഞ്ഞൊഴുകിയെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹവും ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. കാരണം കൃപയെന്ന് പറയുന്നത് യേശു തന്നെയാണ്. യേശുവിനെ രണ്ടായിട്ട് പകുത്തു വെച്ചാൽ അതിലൊരു ഭാഗമാണ് കൃപ, ഒരു ഭാഗമാണ് സത്യമാകുന്ന വചനം എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി വന്നെന്ന് ഉണ്ടായിരുന്നു. പരിശുദ്ധ മറിയത്തിലേക്ക് ദൈവകൃപ കവിഞ്ഞൊഴിയപ്പോൾ ദൈവമായ യേശുവിനെ ലോകത്തിലേക്ക് നൽകാൻ ആ അമ്മയെ ദൈവം ഉപകരണമാക്കി. നമുക്ക് ദൈവകൃപ സ്വീകരിച്ചാൽ മാത്രമേ ദൈവമായ യേശുവിൻ്റെ വചനം, സത്യസത്യമായ സുവിശേഷം പ്രഘോഷിക്കാനുള്ളതായ കൃപ ലഭിക്കുകയുള്ളൂ. പരിശുദ്ധ മറിയത്തെ പരിശുദ്ധ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വചനം ശരിയായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. വചനം പരിശോധിക്കാം. യേശു പറയുന്നു, മത്തായി സുവിശേഷം 12:33 വചനം ഇങ്ങനെ പറയുന്നു, ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മുൻപറഞ്ഞ വചനപ്രകാരം യേശു പരിശുദ്ധനായിരിക്കെ യേശുവിനെ പ്രസവിച്ച അമ്മയും പരിശുദ്ധയായിരിക്കണമല്ലോ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ മനസ്സിലാക്കാമെന്നാണ് യേശു പറഞ്ഞത് എന്നുള്ള വചനം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥനയോടെ ധ്യാനിക്കുകയാണെങ്കിൽ
പരിശുദ്ധാത്മാവ് വളരെയേറെ കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ദൂതൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്ക 1:30, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ വെച്ച് ഒരാൾ കൃപ കണ്ടെത്തുമ്പോൾ ആ വ്യക്തി പരിശുദ്ധയല്ലേ സഹോദരങ്ങളെ? അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദൈവദൂതൻ വന്ന് പറയുവാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ കൃപ എന്നത് യേശുവിനെ രണ്ടായി നിർത്തിയാൽ ഒരു ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. യേശുവിനെ പരിപൂർണമായി സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അപ്പോൾ ദൈവസന്നിധിയിൽ വെച്ച് കൃപ സ്വീകരിച്ച്, ഭൂമിയിൽ വെച്ച് വചനം സ്വീകരിച്ച്, കൃപയും വചനവും സ്വീകരിച്ചാൽ ആ വ്യക്തി ആരായിത്തീരും? കർത്താവായ യേശു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ 35-36 വചനങ്ങൾ പറയുന്നുണ്ട്. വചനം ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് നിങ്ങൾ വിളിച്ചു എന്ന്. നിങ്ങളുടെ നിയമത്തിൽ ഇതല്ലേ എന്ന് സങ്കീർത്തന പുസ്തകം 82-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. അപ്പോൾ വചനം പരിശുദ്ധ മറിയം സ്വീകരിച്ചത് വഴിയാണ് പരിശുദ്ധ മറിയം യേശുവിനെ ഈ ലോകത്തിന് തന്നു. അപ്പോൾ വചനം സ്വീകരിച്ചവർ ദൈവമാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുവും നമ്മളോട് പറയുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? പരിശുദ്ധ മറിയം പരിശുദ്ധ തന്നെയല്ലേ സഹോദരങ്ങളെ? പ്രൈസ് ലോർഡ്. അപ്പോൾ വചനാടിസ്ഥാനത്തിൽ ഇത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, വചനം വായിച്ച് മനസ്സിലാക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നതായിട്ട് വരും. വചനം അറിയാമായിരിക്കെ വചനത്തിനെതിരായി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ദൈവത്തെ അവഗണിക്കുകയാണ്. ഇൻഡയറക്റ്റ്ലി നമ്മൾ പാപം ചെയ്യുന്നു. വചനത്തെ ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്ന് നമുക്കറിയാമല്ലോ. വചനം ദൈവം തന്നെയാണ്. ദൈവത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മൾ പിന്നെ ആരുമല്ല. കർത്താവായ യേശു യോഹന്നാൻ്റെ സുവിശേഷം 15:5 പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും. യേശുവിനെ കൂടാതെ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിയായവർ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെക്കുറിച്ച് ബോധ്യം ലഭിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ നിറയ്ക്കണം. അപ്പോൾ ആ വചനങ്ങൾ നമുക്ക് യേശു എന്താണെന്നും യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപകരണമാക്കിയ പരിശുദ്ധ മറിയം ആരാണെന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. മറിയത്തിന് കൃപ ലഭിച്ചത് എന്തുകൊണ്ടാണെന്നല്ല, അതുവഴി ദൈവം നമുക്ക് വെളിപ്പെടുത്തും. വചനം ധ്യാനിക്കണം നമ്മൾ. ദൈവവചനം ഇങ്ങനെ പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം വചനം, ജനതകൾ കണ്ടു പക്ഷേ ഗ്രഹിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. വചനം ശ്രദ്ധിച്ച് കാണുമെന്ന് തോന്നുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്, വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. 4:15, ജനതകൾ കണ്ടു. എന്ത് കണ്ട്? വചനം കണ്ട്, പക്ഷേ ഗ്രഹിച്ചില്ലെന്ന്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ വചനമാണ്. വചനം കാണുന്നുണ്ട് നമ്മൾ, പക്ഷേ ഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവിടെ ആവശ്യമില്ലാതെ അതിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നു, ദുരുപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്കെന്ത് സംഭവിക്കുന്നു? നമ്മൾ പാപത്തിലകപ്പെടും. വചനത്തെ അയോഗ്യതയോടെ എന്ത് വിധത്തിൽ ചെയ്താലും 2-ാം പ്രമാണ ലംഘനമാണത്. കാരണം 2-ാം പ്രമാണം എന്താണ്? ദൈവത്തിൻ്റെ തിരുനാമം, അതായത് വചനം വൃഥാവിൽ ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ നമ്മൾ വൃഥാവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരസ്കൃതരാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനതകൾ കണ്ട്, വചനം കണ്ട്, പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ
പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വചനം ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സഹോദരങ്ങളെ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 14-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് ദൈവം കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ മുൻപാകെ വ്യാപരിക്കുക എന്ന് പറയാൻ എന്താ? ഹൃദയം മുഴുവനും ദൈവത്തിൻ്റെ വചനമാക്കി മാറ്റണം നമ്മൾ. മറ്റൊന്നിനും അതിന് അവിടെ സ്ഥാനം ഉണ്ടാകരുത്. നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവവചനം. ആ ഗ്രഹിക്കേണ്ടതായ വചനം മാറ്റി നിർത്തി വേറെ എന്ത് സ്വീകരിച്ചാലും അതിൻ്റെ പേരാണ് വിഗ്രഹം. വചനത്തെ ഗ്രഹിക്കേണ്ടവർ അതിനെ മാറ്റി നിർത്തിയിട്ട് വേറെ എന്ത് സ്വീകരിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹമാണ് ഇരിക്കുന്നത്. അപ്പോൾ വിഗ്രഹം എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദ്രവ്യാസക്തിയ തന്നെയായ വിഗ്രഹാരാധനയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണ്? കൂടുതലും ദ്രവ്യാസക്തിയാണ്. ദ്രവ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്ത്, സ്വർണം, മറ്റ് ഈ ലോകത്തിലുള്ള ഫലമൂലങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ആഡംബര വസ്തുക്കൾ ധാരാളമുണ്ട്. മനുഷ്യന് എൻ്റർടൈൻമെൻറ്റ് തരുന്ന ധാരാളം വസ്തുവകകളുണ്ട്. ആഡംബര ജീവിതം നയിക്കാൻ പറ്റിയതായ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്, കമ്പ്യൂട്ടർ ഉപകരണങ്ങളുണ്ട്, ഇതേപോലെയുള്ള മൊബൈൽ ഫോണുകളുണ്ട്. ഇതെല്ലാം അതിൻ്റെ എല്ലാം അടിമയായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ദ്രവ്യാസക്തിയിലാണ്. കൂടാതെ സമ്പത്തിനോടുള്ള ആസക്തി, പണം ഉണ്ടാക്കണം, ഏത് വിധേനയും പണം ഉണ്ടാക്കണം, അതെല്ലാം ദ്രവ്യാസക്തിയിൽപ്പെടും. അതൊരു ആസക്തിയാണ്, അടിമത്വം എന്ന് പറയും. അതിന് അടിമയായിട്ട് ജീവിക്കുന്ന അവസ്ഥ, ദ്രവ്യത്തിന് അടിമയായിട്ട് ജീവിക്കുന്ന അവസ്ഥ, അത് ഹൃദയത്തിൽ ചെറുതായിട്ട് കയറി വരുള്ളൂ. ദ്രവ്യാസക്തി ചെറുതായിട്ട് കയറി ഹൃദയം നിറച്ച് അതാകും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദ്രവ്യാസക്തിയായിട്ട് മാറും. ഇവിടെ ദൈവം പറയുന്നത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ വ്യാപരിക്കണമെന്ന്. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ നിറച്ച് ഗ്രഹിക്കാൻ പറ്റുന്ന വചനം ഉണ്ടായിരിക്കണം. അതേസമയം അതില്ലെങ്കിലാ നമുക്ക് ദൈവദാസന്മാരാകാൻ പറ്റില്ല. അങ്ങനെ വ്യാപരിക്കുന്ന ദൈവദാസന്മാരോട് കർത്താവ് കൃപ കാണിക്കുന്നു. അവരോട് പറഞ്ഞിട്ടുള്ള ഉടമ്പടിയും ദൈവം പാലിക്കും. വിശുദ്ധ പൗലോസിയ നമ്മെ കർത്താവിനും കൃപയുടെ വചനത്തിനും നമ്മെ ഭരമേൽപ്പിക്കുകയാണ്. അതിനെ തുടർന്നുള്ള വചനം നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ ദാസനായിരുന്ന പൗലോസിയ നമ്മെ കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനും നമ്മളെ ഭരമേൽപ്പിച്ചുകൊണ്ട് പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തലർ പറഞ്ഞ 20:32, നിങ്ങളെ ഞാൻ കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ കൃപയുടെ വചനത്തിന് കഴിയും. അതുകൊണ്ടാണ് പ്രഭാഷക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? 11:17, പ്രഭാഷകൻ്റെ പുസ്തകം 11:17, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. മുൻപറഞ്ഞ വചനത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളെ ഞാൻ കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ വചനം എന്ന് പറയുന്നത് യേശു ആകുന്ന വചനത്തിന് നമ്മളെ ഭരമേൽപ്പിച്ചു കൊടുക്കുകയാണ്, ഭരിക്കാൻ വിട്ടുകൊടുക്കുക. ഭരമേൽപ്പിക്കാൻ മീൻസ് ഭരിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. വചനത്താൽ ഭരിക്കപ്പെടേണ്ട വ്യക്തികളാണ് നമ്മൾ. വചനത്തിൽ എന്തെല്ലാം ഉള്ളത്? യോഹന്നാൻ 6:63, ആത്മാവും ജീവനുമാണെന്ന് ഈശോ പറയുന്നു. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, ജീവൻ എന്ന് വെച്ചാൽ നിത്യജീവൻ. യേശു പറഞ്ഞ വചനങ്ങൾ പരിശുദ്ധാത്മാവും നിത്യജീവനുമാണ്. ഇതായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. പരിശുദ്ധാത്മാവും നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവും കൂടി ആയിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ആരാണ്? റോമാലേഖനം 8:14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്.
നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ അല്ലയോ? ആണെങ്കിൽ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രസ്ഥാനം നമുക്ക് നഷ്ടപ്പെടും. ഈ ലോകത്തിലുള്ള സാധാരണ ജനങ്ങളിൽ പെടും നമ്മൾ. അപ്പോൾ ദൈവപുത്രനായിട്ട് ജീവിക്കാനുള്ള മാർഗമാണ് പൗലോസ്യ നമുക്ക് പറഞ്ഞു തന്നത്. എന്താണ്? കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ, അതായത് ശ്രേഷ്ഠത്വം വരുത്തുന്നതിനും വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും. വിശുദ്ധരോടൊപ്പം തന്നെ നമുക്ക് അവകാശം കിട്ടണമെങ്കിൽ എന്ത് വേണം? കൃപയുടെ വചനത്തിന് അത് സാധിക്കുകയുള്ളൂ. കൃപ സ്വീകരിച്ചവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ? വിശുദ്ധരോടൊപ്പം അവകാശം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്? ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ദൈവകൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശാശ്വതമായ ഐശ്വര്യം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഐശ്വര്യം കൈവരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൈവകൃപ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പലർക്കും ഐശ്വര്യം എന്ന് ഉദ്ദേശിച്ച് അത് മനസ്സിലാക്കുന്നത് ഒന്ന്, കുറേ സമ്പത്ത് കിട്ടുന്നത് ഐശ്വര്യമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏത് വിധേനയും കിട്ടിയാൽ അത് ഐശ്വര്യമാണെന്ന് പറയും. കുറേ ഭൂമി കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അത് ഐശ്വര്യമാണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് വിസ്താരമുള്ളൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഐശ്വര്യമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഐശ്വര്യമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതെല്ലാം ഈ ലോകത്തിൻ്റെതായ ഐശ്വര്യങ്ങളാണ്. ഈ വചനത്തിൽ പറയുന്ന ഐശ്വര്യം അതല്ല. അത് ദൈവകൃപ വഴി ലഭിക്കുന്ന ഐശ്വര്യമാണ്. ദൈവകൃപ ലഭിക്കുന്നത് ഒരുപാട് സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, സഹിഷ്ണുത കാണിക്കേണ്ടി വരും, സഹാനുഭൂതി കാണിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലായിത്തീരും നമ്മൾ. അങ്ങനെയാണ് സ്വർഗീയ ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവം. സ്വർഗീയ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താ? സ്വർഗീയ ആനന്ദം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. അതില്ലാതെ ഈ ലോകത്തിലുള്ള സർവ്വസമ്പത്തും ഈ ലോകം തന്നെ നമ്മുടെ പേരിൽ എഴുതി കിട്ടിയാലും ഈ പറഞ്ഞതായ പരിശുദ്ധാത്മാവാകുന്ന ഐശ്വര്യം നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വെറും സീറോയാണ്, വെറും വട്ടപൂജ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായ ഐശ്വര്യം കൈവരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ ഐശ്വര്യം കൊണ്ടുവന്ന് തരുന്ന ദൈവകൃപ എനിക്ക് പ്രദാനം ചെയ്യണമേ. ആ ദൈവകൃപയ്ക്ക് അനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ വിശ്വാസ ജീവിതത്തിൽ എന്നെ ഉയർത്തണമേ. വിശ്വാസം മൂലം കൃപയാലാണല്ലോ ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലീഹയുടെ അവിടെ നള്ളി ചെയ്തിട്ടുണ്ടല്ലോ. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവകൃപ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ കർത്താവെ. വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതയുള്ളവരായി മാറി ദൈവകൃപ സ്വീകരിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനുള്ള വരപ്രസാദം ദൈവമേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനെല്ലാം എതിരായിട്ട് വിശ്വാസത്തിനും ദൈവകൃപയ്ക്കും നിത്യരക്ഷയ്ക്കും എതിരായി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും കണ്ണീരോടെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യസത്യമായ വചനം സൂക്ഷിച്ചുകൊണ്ട് ആ വചനത്തിനനുസരിച്ച് ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച് നിത്യരക്ഷ പ്രാപിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനെതിരായി വന്നു പോയിട്ടുള്ള എല്ലാവിധ തിന്മ പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇനിയുള്ള കാലം അത്രയും നല്ല ജീവിതം നയിക്കാൻ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ പഠിപ്പിക്കാൻ തിരുമനസ്സാകണമേ. കേൾക്കുന്ന ഓരോ വചനങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ, ഹൃദയത്തിൽ നിന്ന് ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകാതെ കർത്താവെ അവിടുത്തെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിലെ വചനങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ. ഒരിക്കലും അവിടുന്ന് തരുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് കൈവശം വന്നു പോകാൻ അനുവദിക്കരുത്. അത് പൂർണ്ണമായും മനസ്സിലാക്കി അത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അത് അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട്
വചനത്തെ എഴുതാൻ തിരുമനസ്സാകണമേ. ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയാൻ അവിടുന്ന് അനുവദിക്കരുതേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഫലദാനഫലങ്ങളെ ഞങ്ങൾ നിറച്ച് ഞങ്ങളെപ്പോഴും നിയന്ത്രിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി ജീവിക്കുന്ന സർവശക്തനും അനന്ത കരുണാനിധിയുമായ കർത്താവായ യേശുവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.